എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടുമില്ല. ഞാൻ ഹോസ്പിറ്റലിലും അല്ല. കുറെ വിവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ, നമ്മുടെ ചിതൽ ബ്ലോഗും അതുപോലെ ഏതാ ചോക്ക് ടോക്സും പിന്നെ ആരാണ് മോനു സത്യനും. ഇവരാണ് 3 പ്രധാനപ്പെട്ട ആൾക്കാർ. ബാക്കി കുറെ ഇങ്ങനെ നട്ടാ കുറയ്ക്കാത്ത കുറിക്കാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇടാൻ. അവരുടെ പേര് പോലും പറയാനുള്ള യോഗ്യത അവർക്കില്ല. അതുകൊണ്ട് ഞാൻ പറയണില്ല. അപ്പം ഇവരുടെയൊക്കെ വീടിന്റെ ഫ്രണ്ടിൽ എഴുതി വെക്കണം രേണുസുതി ഈ വീടിന്റെ ഐശ്വര്യം. കാരണം എന്നെ വെച്ചിട്ട് നെഗറ്റീവ് പറഞ്ഞ് കുറെ കാശുണ്ടാക്കുന്നുണ്ടല്ലോ. നാണമുണ്ടോ നട്ടാ കുറിക്കാത്ത ഈ കള്ളത്തരം പറയാൻ? എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു ഹോസ്പിറ്റലും അല്ല. ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ ഇവിടെ വന്ന പാപ്പിലോൺ എന്ന് പറയുന്ന ഫാമിലി ബാർ റെസ്റ്റോറന്റ് പ്രമോഷന് വേണ്ടിയിട്ടാണ്. മനസ്സിലായി, ഞാനൊരു സെലിബ്രിറ്റി ആയിട്ടാണ് അവരെന്നെ വിളിച്ചത്. അപ്പോൾ അതിവിടെ ഫാമിലി ആയിട്ട് വന്ന് ഫുഡ് കഴിക്കാനും ഒരു ഡ്രിങ്ക്സ് കഴിക്കേണ്ടവർ കഴിച്ചാൽ മതി, ഇല്ലാത്തവർ കഴിക്കേണ്ടതേ. പിന്നെ ഞാൻ അഭിനയിച്ചത് പരിമല ചെരുവിൽ എന്ന് പറയുന്ന പാട്ട് അഭിനയിച്ചത് അതൊക്കെ പ്രമോഷൻ ആയിരുന്നു. അത് കള്ള് കുടിക്കുന്നതായിട്ട് നമ്മൾ അഭിനയിക്കേണ്ട സ്ഥലത്ത് നമ്മൾ അഭിനയിച്ചാലേ പറ്റുന്ന. ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ ഇതിന് മുന്നേ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ അഭിനയിച്ചതാണ്. അതിന് ഞാൻ കള്ളു കുടിച്ച് വെളിവില്ലാതെ വഴി കിടന്ന് ദുബായ് പോലീസിനെ അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി ഒരു ഫോട്ടോയും കൂടെ അത് കണ്ടിട്ടാണ് എനിക്ക് പ്രതികരിക്കാൻ ഒരു ഫോട്ടോയും കൂടെ ഇഞ്ചക്ഷൻ എടുത്തിങ്ങനെ ഞാൻ കിടക്കുന്നത്. നിങ്ങൾക്കൊന്നും ഞാൻ ഇതിൽ കൂടുതൽ എന്താ പറയാ, നാണം ഉണ്ടോ നിങ്ങൾക്ക്? നാണം കെട്ടവന്മാരെ ഇങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. നീ ഇതെടുത്തിട്ട് അലക്കിയാലും കുഴപ്പമില്ല. എനിക്ക് എന്റെ മറുപടി എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയണമെന്നുള്ളത് ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. സാൻ മറീനോ ഹോട്ടൽ പാപ്പിലോണിലുണ്ട്. 11-ാം തീയതി വൈകിട്ട് ഞാൻ ഇന്ത്യയിലോട്ട് പോകത്തുള്ളൂ. അപ്പം എന്നെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് താങ്ക്സ്, ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. രേണുസുതി. ഇപ്പൊ രേണുസുതിയുടെ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് രേണുസുതി ഇട്ടൊരു വീഡിയോ, ബാറിൽ ചെന്ന് ദുബായ് ബാറിൽ പോയിട്ട് ഡാൻസ് കളിച്ച് ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇട്ടൊരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. കള്ള് കുടിക്കുന്ന പോലെ ഇട്ടിട്ടൊക്കെ ഒരു വീഡിയോ. അപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് രേണുസുതി പുള്ളിക്കാരി പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ് പോലീസ് പിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരക്ക് കിട്ടിയിട്ടുള്ള രീതിയിൽ പറയുന്നൊരു വീഡിയോ ആണ് പുള്ളിക്കാരി ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ, ഞാനത് കണ്ടിട്ടില്ല. അതിനകത്ത് 2-3 പേരെ പേരുകളൊക്കെ പറയുന്നുണ്ട്. അപ്പം ആരാന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം കാണാത്തൊരു കാര്യത്തെ പറ്റിയിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഞാനിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, ഈ രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, വിമർശിക്കുന്ന ആൾക്കാരുണ്ട്, അനുകൂലിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവരെ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെ വീണ്ടും വീണ്ടും ഒരു കൊക്കയിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നത്. അവർ സ്വയമേ അതിൽ ചാടാൻ നോക്കുന്ന ഒരാളാണ്. അപ്പം അതിലേക്ക് ആ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തള്ളിക്കൊടുത്ത് അവരെ അങ്ങോട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ സോഷ്യൽ മീഡിയ എന്ന് കഴിഞ്ഞാൽ, ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു കുഴിയിലോട്ട് ചെന്ന് വീണ് കഴിഞ്ഞാൽ അതിന് നല്ലൊരു വശമുണ്ട്, മോശവശമുണ്ട്. ആ മോശം കുഴിയിലേക്ക് ചെന്ന് വീണ് കഴിഞ്ഞാൽ അത് ആരാണെങ്കിലും തിരിച്ചു വരാൻ സാധിക്കത്തില്ല. അത് അങ്ങനെയാണ്. രേണുസുതിയുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. പുള്ളിക്കാരി ആ ഒരു കുഴിയിലേക്ക് വീണ് കഴിഞ്ഞു. ഇനി ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാൽ തന്നെ ഈ പറയുന്നിട്ടുള്ള സുതി തിരിച്ചു വന്ന് അവരെ കൈപിടിച്ച് കയറ്റാൻ ശ്രമിച്ചാൽ പോലും ഇവർ അതിൽ നിന്ന് കയറി വരത്തില്ല. അങ്ങനെ ഒരു ഇതിലേക്ക് അവർ വീണ് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഇവരെ നന്നാക്കാനോ അല്ലെങ്കിൽ നേർവഴിയിലേക്ക് കൊണ്ടുവരാനോ അത് തെറ്റാണ്, അങ്ങോട്ട് പോവല്ലേ എന്ന് പറയാനൊന്നും അതൊന്നും പറയാൻ നമ്മളാരുമല്ല. പക്ഷേ നമുക്കതിന് കഴിയത്തില്ല. അത് നമ്മളിനി എത്രത്തോളം വീഡിയോ ഇട്ടാൽ തന്നെയും, എത്രത്തോളം ഇവരെ ആരെങ്കിലും ഉപദേശിച്ചാൽ തന്നെയും അതിലേക്ക് തിരിച്ചു വരാൻ ഇവർക്ക് സാധിക്കത്തില്ല. ആ ഒരു കുഴിയിലേക്ക്, ആ കുഴിയുടെ ഉൾഭാഗത്തേക്ക് ഇവർ വീണ് കഴിഞ്ഞു. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു കുഴിയുണ്ടല്ലോ, അതിലേക്ക് വീണ് കഴിഞ്ഞു. അപ്പം ഈ രേണുസുതി എന്ന് പറയുന്ന ഇവരിപ്പം ഒരു ബാർ പ്രൊമോഷൻ്റെ ഭാഗമായി അവിടെ ദുബായിൽ പോകുന്നു. ആ ഒരു പ്രൊമോഷൻ വീഡിയോ ഇടുന്നു. ഇവർ പറയുന്നുണ്ട്, ഞാനൊരു ആർട്ടിസ്റ്റാണ്, അപ്പം എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ എനിക്ക് ഉപയോഗിച്ചേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ആർട്ടിസ്റ്റ് എന്ന ഒരു വാക്കിന് എന്താണ് അർത്ഥം ആക്കുന്നത്? ഒരു ആർട്ടിസ്റ്റ് സമൂഹത്തിനോട് എന്ത് പ്രതിബദ്ധതയാണ് ആ ഒരു ആർട്ടിസ്റ്റിനുള്ളത്? കള്ളു കുടിക്കാൻ പ്രേരിപ്പിക്കുന്നതാണോ? സിഗരറ്റ് വലിക്കാൻ പ്രേരിപ്പിക്കുന്നതാണോ? കഞ്ചാവ് അടിക്കാൻ പ്രേരിപ്പിക്കുന്നതാണോ? ഇതാണോ ഒരു ആർട്ടിസ്റ്റിൻ്റെ സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത? ഇവിടെ രേണുസുതി ഒരു ബാർ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പുള്ളിക്കാരി കയറിപ്പോയി. അവിടെ പുള്ളിക്കാരി ഒരു പ്രൊമോഷൻ വീഡിയോ എടുത്തിടുന്നു. അതിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു, നിങ്ങളെല്ലാവരും വന്ന് എന്നെ കണ്ടിട്ട് നിങ്ങൾ മദ്യപിക്കൂ, നിങ്ങൾ കുടിക്കൂ എന്നൊരു പ്രൊമോഷനാണ് ഇവിടെ ചെയ്യുന്നത്. രേണുസുതി വഴി മറ്റുള്ള ആൾക്കാർ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു നാശത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കാതെ, ചിന്തിക്കാതെ
ഈ ഒരു പ്രൊമോഷന് പോയ ഈ രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഒരു 100% ആൾക്കാരും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. ഒരുപാട് കുടുംബ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാരാണ് ഈ രേണുസുതിയെ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്തത്. സുധി എന്നുള്ളൊരു കലാകാരനെ നമുക്കറിയാം. സുധി എന്നൊരു കലാകാരനെ സപ്പോർട്ട് ചെയ്ത് തരുന്നവരൊക്കെ ആരാണ്? സ്റ്റാർ മാജിക് കണ്ടുകൊണ്ടിരുന്ന ഫാമിലി ആയിട്ടുള്ള പ്രേക്ഷകരാണ്, കുടുംബ പ്രേക്ഷകരാണ് സുധി എന്നുള്ളൊരു കലാകാരനെ ഇഷ്ടപ്പെട്ടിരുന്നത്. അപ്പം സുധി മരിച്ചതിന് ശേഷം ആ ഒരു സപ്പോർട്ട് അവരിൽ നിന്ന് അത് രേണുസുതിയിലോട്ട് മാറി. അപ്പം അങ്ങനെയുള്ളൊരു ഈ ഫാമിലി ആയിട്ട് ഉള്ള ആൾക്കാരും കുട്ടികളും അതുപോലെ ഇങ്ങനെയുള്ള സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു രേണുസുതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ജനങ്ങൾ പ്രതികരിക്കും, കമൻ്റ് ഇടും, അതിനെതിരെ വീഡിയോ ചെയ്യും, അഭിപ്രായങ്ങൾ പറയും. സ്വാഭാവികമാണ്. കാരണം നിങ്ങളിപ്പം ചെയ്യുന്ന എന്താണ്? നിങ്ങൾ ഒരു ബാറിൽ ചെന്ന് പ്രൊമോഷൻ ചെയ്തിട്ട് അതിലേക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയും കൂടെ നിങ്ങൾ അതിലോട്ട് വലിച്ചിട്ടുകൊണ്ടിരിക്കുവാണ്. മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളോ ആ കുഴിയിലേക്ക് വീണു. നിങ്ങളെ കൂടെ നിൽക്കുന്നവരെയും കൂടെ നിങ്ങൾ ആ കുഴിയിലേക്ക് വലിച്ചിടാനാണ് നിങ്ങൾ ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പം ഈ അവിടെ ചെന്നൊരു പുറത്ത് ദുബായി ചെന്നൊരു ബാർ പ്രൊമോഷൻ ചെയ്യുന്നത്, ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ വീഡിയോ ഇടുന്ന കണ്ടു. നിങ്ങളൊക്കെ എന്തറിഞ്ഞിട്ടാണ് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബേഴ്സ്, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾ വന്ന് മദ്യപിക്കാൻ പറഞ്ഞ് നിങ്ങളൊരു പ്രൊമോഷൻ വീഡിയോ എടുത്ത് ഇടുവോ? നിങ്ങളെ ചാനലിനകത്ത് ഇടുമോ? നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന അല്ലെങ്കിൽ കഞ്ചാവ് അടിക്കുന്ന അതിനെ പ്രൊമോട്ട് ചെയ്ത് നിങ്ങളൊരു വീഡിയോ എടുത്തിടുവോ? അവിടാണ് എൻ്റെ ചോദ്യം. ഒരുപാട് ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ഇടുകയും അതുപോലെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുകയും ചെയ്യുന്ന ഈ രേണുസുതി ഇവിടെ എന്താണ് ചെയ്യുന്നത്? അവർക്ക് കിട്ടിയ നെഗറ്റീവ് റീച്ചിലൂടെ വെച്ചിട്ട് അവർ ഒരു സമൂഹത്തെ അവരിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ ഈ ഒരു പ്രൊമോഷൻ വീഡിയോ കണ്ടിട്ട് എത്ര ആൾക്കാർ ആ ഒരു ബാറിൽ ഇവരെ കാണാൻ വേണ്ടി തന്നെ അവിടെ പോയി മദ്യപിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പം ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് വേണം നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ. ഞാൻ പറഞ്ഞല്ലോ, ഇവരെ വീണ്ടും ഒരു കുഴിയിലേക്ക് തള്ളി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അത് കണ്ട് വീണ്ടും ഇവർ അതിലേക്ക് ഇങ്ങനെ ആഴത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുള്ള ഒരാളാണ് ഈ രേണുസുതി. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഈ ഒരു ബാർ പ്രൊമോഷൻ ചെയ്ത് മാത്രം ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നോ ഇവര്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളെല്ലാവരും ഇവരെ എങ്ങനെയാണ് കണ്ടത്? ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇവർക്ക് ഒരുപാട് ജോലിയൊക്കെ വാഗ്ദാനം ചെയ്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? കൊല്ലം സുധി എന്നുള്ളൊരു കലാകാരൻ്റെ കൂടെയുള്ള സ്നേഹം കൊണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇവരെ സഹായിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെടുന്നവർ കാണാം, ഇഷ്ടപ്പെടാതിരിക്കുന്നവർ കാണാം. പക്ഷേ ആ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടെങ്കിലും ഇവരെ ഒരു രീതി മാറ്റി വെക്കണമായിരുന്നു, ഇവരെ ഒരു ശൈലി മാറ്റി വെക്കണമായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടെങ്കിലും ഇവർ ഇങ്ങനെയുള്ള ഈ ഒരു ചീപ്പ് പ്രൊമോഷനും പരിപാടികളും ഏറ്റെടുക്കലായിരുന്നു. അതാണ് വേണ്ടുന്നത്. ഇതിപ്പം ഒരു കൂട്ടം മദ്യപാനികൾ അല്ലെങ്കിൽ മദ്യപിക്കാത്ത ആൾക്കാരെ പോലും ഇവരൊരു പ്രൊമോഷൻ കൊണ്ട് ഇങ്ങോട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യിപ്പിക്കുന്നത് അല്ലേ? ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്ത് കണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ബാറിൽ ചെന്ന് കുടിക്കണം എന്നുള്ളൊരു പ്രൊമോഷൻ കണ്ട് നിങ്ങളൊക്കെ മതിമറന്നിരിക്കുവാണോ? നമ്മളൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റുകളെ കാണുന്നതാണ് അല്ലേ? ഇവിടെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഇതെൻ്റെ ജോലിയാണെന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള ബാറുകളിൽ ചെന്നിട്ട് പ്രൊമോഷൻ വർക്കുകൾ ഏറ്റെടുക്കുന്നുണ്ടോ? ഇതുപോലെ കഞ്ചാവിനും മയക്കുമരുന്നിനും അതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ കാണിച്ചുകൊണ്ട് അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരു സമൂഹത്തെ അതിലേക്ക് വലിച്ച് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പ്രൊമോഷനുകൾ ചെയ്യുന്നുണ്ടോ? ഞാനൊരു ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞിട്ട് ഇതെൻ്റെ ജോലിയാന്ന് പറഞ്ഞിട്ട്. ഒരു ആർട്ടിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായൊരു മഹത്വം ഉള്ളൊരു വാക്കാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതൊരു ജോലിയാക്കി ആ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളൊരു വാക്ക് മുദ്ര കുത്തിയിട്ട് എന്തും അതിലേക്ക് കൊണ്ടിടാമെന്നുള്ളൊരു ധാരണയുണ്ടല്ലോ, അതിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇവിടെ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ രേണുസുതി. ബിഗ് ബോസിലേക്ക് പോയി അവർക്ക് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുള്ളൊരു വ്യക്തിയാണ് അല്ലേ? അതുപോലെ ഒന്നും ആർക്കും ഒരു ചാൻസ് കിട്ടത്തില്ല. അവരെപ്പോലെ ആർക്കും ഒരു ചാൻസ് കിട്ടത്തില്ല. അവിടെ വെറുതെ ഒരു 100 ദിവസം നിന്നാൽ തന്നെ അവർക്ക് ആവശ്യമുള്ള പൈസ അതിൽ നിന്ന് കിട്ടിയേനെ. അപ്പോഴും രേണുസുതിക്ക് എന്താണ് വേണ്ടുന്നത്? രേണുസുതിക്ക് പേടി എന്താണ്?
ഞാൻ ഈ ഒരു വീട്ടിൽ അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ റീച്ച് പോകുമോ, എൻ്റെ ഫെയിം പോകുമോ, എനിക്ക് കിട്ടിയിട്ടുള്ള ഫെയിം എൻ്റെ എല്ലാം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം കാരണം അവിടുന്ന് ചാടി പുറത്തു വന്നു. വീണ്ടും അവരേതായിട്ടുള്ളൊരു ചതിക്കുഴിയിലേക്ക്, അവർ കുഴിച്ച കുഴിയിലേക്ക് അവർ പൊയ്ക്കൊണ്ടേയിരിക്കുവാണ്. ഈ രേണു സുധീനെ തൂക്കിയെടുത്തുകൊണ്ട് പ്രൊമോഷന് കൊണ്ടുപോകുന്ന ആൾക്കാർ ഇവരോടുള്ള സ്നേഹം കൊണ്ടാണോ? അല്ല. ഇവരോടുള്ള സഹതാപം കൊണ്ടാണോ? അല്ല. അതാദ്യം മനസ്സിലാക്കണം. അവർക്കും വേണ്ടുന്നത് നെഗറ്റീവ് കൊണ്ടുള്ള ഒരാളെ വെച്ച് റീച്ചാണ് അവർക്കും വേണ്ടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും പോസിറ്റീവ് ആയിട്ടുള്ള ആൾ വേണമെന്നില്ല. ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിന് ഒരു പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു 10 പേര് കയറും എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കാണ് അവിടെ തെറ്റിപ്പോയത്. ഏത് അണ്ടനും അടകോടനും ഒരു ഇനാഗുറേഷനെ കൊണ്ടുവന്ന് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കാണാൻ ആൾ വരും. എത്ര നെഗറ്റീവായിട്ടുള്ള ആളാണെങ്കിൽ തന്നെ അവിടെ കാണാൻ ആൾ വരും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേ രീതിയിൽ ഇന്നത്തെ ലോകം മാറിക്കഴിഞ്ഞു. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, ഇവരെ സത്യം പറഞ്ഞാൽ ഈ രേണു സുധിയെ തിരുത്താനോ അല്ലെങ്കിൽ അവരെ നേർവഴിക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ ഞാനും നിങ്ങളും നമ്മളും ആരുമല്ല. പക്ഷേ ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരു കൂട്ടം സമൂഹത്തെ, വളർന്നു വരുന്ന തലമുറയെ കൂടെ ഇവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ബാർ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കുടിക്കുന്ന ആൾക്കാർ കാണും, ഒരുപാട് ആൾക്കാർ കാണും. പക്ഷേ ഇവരെ പോലെ ഈ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത്, ഇപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്ത് അന്ധമായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെയും കൂടി ഇതിലേക്ക് വലിച്ചിഴക്കാനാണ് ഇവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം see you.